എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഞങ്ങളുടെ പഴയ വീട്ടിൽ തൊട്ടടുത്ത വീട്ടിലെ പ്ലാവ് മറിഞ്ഞു വീണെന്ന്. ഇതാണ് അങ്ങനെ ഷെഡൊക്കെ പോയി. അപ്പം ഇനിയിപ്പോൾ 2 തേക്കും ആ മറ്റേ വീട്ടിൽ നിപ്പുണ്ട്. അതിനി എപ്പോഴാണ് ഇതുപോലെ മറിഞ്ഞു വീണമെന്നൊന്നും പറയാൻ പറ്റൂല. ഞാൻ ഒരു ബൗളിലേക്ക് 3 കപ്പ് പച്ചരിയില്ലേ, അത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനിയിപ്പം ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ പല തരത്തിലുണ്ടാക്കുമെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിനോട് കഴുകിയെടുത്ത അരിയിലേക്ക് തന്നെ ഞാനിവിടെ 1 കപ്പ് നമ്മളുടെ തേങ്ങ ഉണ്ടല്ലോ എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് കൂടുതൽ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതും ഈ അരിക്കൊപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ 1/2 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുകയാണേ. ഇതെല്ലാം ഒരുമിച്ചിടേണ് കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. വേറൊന്നും നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കത്തില്ല. പിന്നെ അതായത് ഈ അരിയും ചോറും ഒക്കെ നെകക്കെയുള്ള വെള്ളം മാത്രമേ നമ്മൾ ഒഴിക്കത്തുള്ളൂ. ഈ വെള്ളം എടുത്തിട്ടാണ് ഇനി നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടണ്ട, ഇത്രയും മാത്രം മതിയാകും. ഇനിയിപ്പം ഇത് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസമേ നമ്മളിത് അരച്ചെടുക്കത്തുള്ളൂ. വെളിയിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരം വെളുത്തപ്പോഴേയും അതേ അവസ്ഥ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. ഇപ്രാവശ്യം നമ്മളുടെ തിരുവനന്തപുരത്ത് മഴ ശക്തമായിട്ടിരിക്കുകയാണ് കേട്ടോ. അതിനോടൊപ്പം കാറ്റും ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കറണ്ടൊക്കെ പോയാലോ എന്ന് കരുതിയിട്ട് അരച്ച് വെക്കാമെന്ന് കരുതി. നിസ്കാരം ഓതലും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്നേ. എന്നിട്ട് നമ്മൾ ഇപ്പം തലേ ദിവസം കുതിർത്ത് വെച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾ ഈ കറക്റ്റ് മെഷർമെൻ്റാണിത്. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, അടിപൊളിയായിട്ട് വരും. പ്രത്യേകിച്ച് നമ്മളെ ചൂടുള്ള സമയത്ത് ഇതുണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ല രീതിക്ക് വരുന്നത് കേട്ടോ. ഇപ്പോൾ പിന്നെ മഴക്കാലം കൂടിയല്ലേ. അപ്പം ഞാൻ അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്തത് നമുക്കിതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് കറക്റ്റ് രീതിയിൽ ഇത് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. എല്ലാം കൂടി കുത്തി നിറച്ച് ഒറ്റ പ്രാവശ്യമായിട്ട് അരയ്ക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഇനിയിപ്പം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. 2 മണിക്കൂർ മാത്രം മതിയാവും. നല്ല ചൂടുള്ള സമയത്താണ് നമ്മളിങ്ങനെ ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ, അര മുതൽ 1 മണിക്കൂർ വരെ അത്രയും മാത്രം വെച്ചാൽ മതിയാവും. പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് 2 മണിക്കൂർ വെച്ചാൽ മാത്രമേ നല്ല രീതിക്ക് നമുക്ക് അപ്പം ചുട്ടെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാനത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. വെളിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും മഴ തുടങ്ങിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മഴയും കാറ്റും ശക്തമായിട്ടുള്ള കാറ്റാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഈ വരാന്തയിൽ ഇട്ടിരിക്കുന്ന കസേരയൊക്കെ നനയുവാണ് കാറ്റത്ത്. അപ്പം അപ്പത്തിന് പറ്റിയൊരു കറി ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇല്ലേ, വലിയ ജീരകവും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനുള്ള കുരുമുളകും കൂടി ഒന്ന് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ഒരു മൂത്ത മണം വരുന്നത് വരെ നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പം എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാൻ റെഡിയാക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇനിയിപ്പം ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. പൊടികൾ കരിയാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തണുത്ത ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒന്ന് കറക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. കാരണം മുഴുവനുള്ള കുരുമുളകൊക്കെ ഒന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കുന്നത്. അപ്പം ഇതുപോലെ ആയ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളത്തിൻ്റെ അളവ് കൂടൊന്നും വേണ്ട, നമ്മൾ ഈ അമ്മിക്കല്ലിലൊക്കെ അരച്ചെടുക്കണ ആ ഒരു പരുവയില്ലേ, അതുപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് പ്രഷർ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉലുവയും പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാനിവിടെ 3 സവാള സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സവാളയും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയിലും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ചേർത്തെടുക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും, മണമായിരിക്കും. ഞാൻ കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ഞാൻ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സലു കിച്ചൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് വഴണ്ട് വന്ന ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഓൾറെഡി നമ്മളിത് മൂപ്പിച്ചതായതുകൊണ്ട് തന്നെ നമ്മൾ ഈ സവാളയിൽ വെളിച്ചെണ്ണയൊക്കെ ചേർന്നിട്ട് നമ്മൾ വഴറ്റുമ്പോൾ ഉണ്ടല്ലോ നല്ല മണമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഉണ്ടാക്കുന്നതെന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫാണ് കേട്ടോ. അപ്പൊ അപ്പത്തിന് നിങ്ങൾക്ക് എന്ത് കോമ്പിനേഷനൊക്കെയാണ് ഇഷ്ടം? ചിലർക്ക് അപ്പത്തിന് കടലക്കറി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് മട്ടൻ കറി ആയിരിക്കും, ചിക്കൻ കറി ഇഷ്ടമുള്ളവരുണ്ടാവും, ഇതൊന്നും ഇല്ലാതെ പരിപ്പ് കറി ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏത് കറിയാണ്? പിന്നെ ഈ നല്ല മഴ സമയത്തൊക്കെ ആയതുകൊണ്ട് നല്ല ബീഫ് കറിയും അപ്പവും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അപ്പൊ ഞാൻ ഇത് നല്ലതുപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അപ്പം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി ആണല്ല, അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 ജാറോളം വെള്ളം എടുത്തിട്ട് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും കറികളിലേക്ക് ഇതുപോലെ തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ, എങ്കിൽ മാത്രമേ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട ശേഷം കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഞാനൊരു 6 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കും. അപ്പൊ ഈ സമയം അപ്പം ചുട്ടെടുക്കാൻ പോവാണ്. നമ്മൾ ഇതിലേക്ക് സോഡാപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ സമയത്ത് നമ്മളുടെ കുക്കറ് ഞാൻ വിസിൽ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം ഇനിയിപ്പം എണ്ണ എന്ന് തടവിയിട്ട് മാവ് കോരി ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കാം. നമ്മുടെ സനമോൾ ഇവിടെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പം നമ്മൾ ഈ അപ്പം എന്ന് പറഞ്ഞാൽ തലേ ദിവസം നമ്മൾ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ രാവിലെ പുളിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് സോഡാപ്പൊടിയും ഈസ്റ്റൊന്നും ചേർക്കാത്തത്. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചൂടുള്ള സമയത്താണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഹോൾസ് നമുക്ക് ഈ അപ്പത്തിൽ കിട്ടും കേട്ടോ. ഇപ്പം നമ്മളുടെ നാട്ടിലെ കാലാവസ്ഥ ഇതിന് അനുയോജ്യമായതല്ല, എന്നാലും ഈ ഒരു രീതിയിൽ നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇതിലേക്ക് മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ തലേ ദിവസം നമ്മൾ ഇതുപോലെ വെച്ചിട്ട് അത് പുളിച്ചത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ബാക്കിയുള്ള അപ്പമെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് എണ്ണ തടവിയിട്ട് ചുറ്റിച്ചു കൊടുക്കുകയാണേ ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അപ്പം നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതാണോ കാസ്റ്റ് ചെയ്യാനാണോ ഇഷ്ടം? എനിക്ക് ഈ ബ്രാസിന്റെ അപ്പച്ചട്ടിയിൽ അപ്പം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഞാൻ ഇതിന്റെ സീസണിങ് ചെയ്യണതിൻ്റെയൊക്കെ വീഡിയോ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഈസി ആയിട്ട് അപ്പം ഇളകി കിട്ടും കേട്ടോ. അങ്ങനെ അപ്പമൊക്കെ ഞാൻ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മളുടെ ബീഫ് സ്റ്റീം പോയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്തു. കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ചാറോട് കൂടിയിട്ടുള്ള ബീഫ് കറിയാണ് കേട്ടോ. ആ ബീഫെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഞാൻ ബീഫെന്ന് പറയണ കാളയല്ല നമ്മുടെ ഇവിടെ വാങ്ങിക്കുന്നത് കേട്ടോ, പോത്തിറച്ചിയാണേ. കാള ഇറച്ചിക്ക് എന്തോ എനിക്ക് നമുക്ക് ഇവിടെ ആർക്കും അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ, പോത്തിറച്ചിയാണ് ഇഷ്ടം. അങ്ങനെ പിന്നെ ബാക്കിയുള്ള അപ്പം എല്ലാം ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് ഞാൻ ഇതിനിടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്ന മുമ്പ് തന്നെ തുണി നനയ്ക്കാനിട്ടിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോഴാണ് ഈ ഒരു ക്ലൈമറ്റിൽ കറണ്ട് പോകണമെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ വാഷിംഗ് ഒക്കെ പെൻഡിങ് ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഉള്ളപ്പോഴാകുമ്പോഴേക്കും ഒരുപാട് തുണികളുണ്ടാവും. അപ്പം ഞാൻ ഇവിടെ മടക്കി വെക്കാനുള്ള തുണിയൊക്കെ സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് മടക്കി വെക്കുകയാണ്. കാരണം എനിക്കാണെങ്കിൽ ഏറ്റവും മടിയുള്ള സംഭവം ഏതെന്ന് വെച്ചാൽ തുണി മടക്കാനാണ് കേട്ടോ. കാരണം ഇപ്പോഴേ 2 ദിവസം എടുക്കുമ്പോഴൊക്കെയാണ് തുണി ശരിക്ക് ഉണങ്ങി കിട്ടണത്. നല്ല വൃത്തി ഉണങ്ങിയില്ലെങ്കിലും തുണിക്കൊക്കെ ഒരു വല്ലാത്തൊരു മണം വരും അല്ലേ. എത്ര നമ്മൾ മറ്റേ കംഫർട്ടൊക്കെ ഒഴിച്ചിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാലും ശരിയായ രീതിയിൽ നല്ല വെയിൽ കൊണ്ട് തന്നെ തുണികൾ ഉണങ്ങണം കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു സുഖം ഉണ്ടാകത്തില്ല അല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള അതായത് ഇപ്പം നനപ്പ് അരപ്പ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ആ കറണ്ടുള്ള സമയം നോക്കി എല്ലാം ഞാൻ ചെയ്തു വയ്ക്കുവേ. കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എപ്പോഴാണ് കറണ്ട് പോണത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴാണെങ്കിൽ നമ്മളുടെ ഇവിടെ നിന്നല്ല എല്ലാ സ്ഥലത്തും വാർത്തകളിലൊക്കെ കാണുന്നില്ലേ, ഓരോ സ്ഥലത്ത് മരങ്ങൾ വീണും അതുപോലെ തന്നെ ബസ്സിൻ്റെ പുറത്തും ഓട്ടോയുടെ പുറത്തും ഒക്കെ ഓരോ ഇതൊക്കെ വീണിട്ട് പോസ്റ്റ് വീണും ഒക്കെ അപകടങ്ങൾ ഒരുപാട് സംഭവിക്കുന്നതെന്ന് കേൾക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നുന്നുണ്ട്. നമുക്കൊക്കെ പ്രാർത്ഥിക്കാം ആർക്കും ഒന്നും വരരുതേ എന്നുള്ളത്. ഇപ്പം കുറച്ച് ഇങ്ങനെ മഴ തോർന്ന് നിൽക്കുകയാണ്. ഇപ്പം പകലേത് രാത്രി ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുപോലത്തെ ക്ലൈമറ്റാണ്. എപ്പോഴും ഇങ്ങനെയാണ് മൂടിക്കെട്ടിയിരിക്കുക. അപ്പം ഞാൻ തുണി വിരിക്കുന്ന സ്റ്റാൻഡ് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം ഇതിനെ അകത്തേക്ക് എടുത്ത് വെക്കാണ്. അകത്ത് വെച്ചിട്ട് തുണി വിരിച്ച് ഇടാന്ന് കരുതി. കാരണം ഈ ഇത്രയും ശക്തമായ മഴയും കാറ്റും ഉള്ളപ്പം എന്തായാലും വെളിയിലിരുന്നത്
അത്ര പന്തിയല്ല, കാരണം ഉണങ്ങി കിട്ടത്തുമില്ല. നമ്മൾ കഴുകിയതൊക്കെ വെറുതെ ആവും, കാറ്റടിച്ച് തുണിയൊക്കെ പല സ്ഥലങ്ങളിലേക്കൊക്കെ വന്ന് കിടക്കും. അപ്പോൾ അത് കാരണം പിന്നെ ഞാനിതാ സ്റ്റാൻഡ് എടുത്തതാ ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ച് കേട്ടോ. പിന്നെ എൻ്റെ ഈ തുണി വിരിക്കുന്ന സ്റ്റാൻഡ് എവിടെയാണ് ഇത്താ, അതിൻ്റെ ലിങ്ക് എവിടെ നിന്നാണ് ഇത്താ, അതിൻ്റെ ലിങ്ക് തരുമോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് 10-17 വർഷത്തിന് പുറത്തായ സ്റ്റാൻഡാണ് കേട്ടോ. ഞങ്ങൾ സൗദിയിലേ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന തുണി വിരിക്കുന്ന സ്റ്റാൻഡാണേ. അപ്പം അന്ന് അവിടെ നിന്ന് എനിക്കിത് നല്ല ക്വാളിറ്റി ആണെന്ന് തോന്നി. കുറച്ച് വില കൂടുതലുണ്ടായിരുന്നു കേട്ടോ അന്ന്, അങ്ങനെ വാങ്ങിയതാണ്. പക്ഷെ ഇതാ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-17 വർഷത്തിന് പുറത്തായിട്ടുണ്ട് ഈ സ്റ്റാൻഡ് നമ്മളുടെ കൂടെ കൂടിയിട്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് പോരാൻ നേരവും ഇത് ഇങ്ങ് നാട്ടിലേക്ക് കൊണ്ടുവരാണ് ചെയ്തത്. മാഷാ അല്ലാ, അത് നല്ലതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം ഒരു സ്റ്റാൻഡ് ഞാൻ ഇവിടെ കാണുന്നില്ല കേട്ടോ, ഈ ഒരു രീതിയിലുള്ളത്. പലതരത്തിലും മോഡലുള്ളതൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഒരുപാട് തുണികൾ നമുക്ക് ഇതുപോലെ വിരിച്ചിടാനും അതുപോലെ തന്നെ ഹാങ്ങറിലേക്ക് തൂക്കിയിടാനും ഒക്കെ പറ്റും. അപ്പം ഞാൻ തുണിയെല്ലാം ഉണങ്ങാനായിട്ട് വിരിച്ചിട്ട ശേഷം കഥയൊക്കെ അടച്ചിട്ട് ഇനി ഒന്ന് താഴേക്ക് പോവാണ്. വേണ്ട, ഈ ഒരു തേക്കാണ് ഞാൻ പറഞ്ഞത് കണ്ടോ. ഇതിപ്പം കാറ്റടിച്ച് അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഇന്ദിരാനഗർ വീടിന്റെ ബാക്ക് വശമാണ് കേട്ടോ. ഇതുമെല്ലാം ചരിഞ്ഞാൽ പിന്നെ ഇനി ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ഇവിടെയും ഒരു തേക്ക് ചേർന്ന്, അതുകൊണ്ട് ഇല വീണിട്ട് ഇവിടത്തെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ, വെളിയിലോട്ട് പോവില്ല. ഒരല മതി, ഒരല്ല കാറ്റത്ത് വന്ന് വീണ് കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് പോവും. അതാണ് വീണ് കിടന്ന സ്ഥലം. അങ്ങനെ ഒരു ഷെഡ് ഉണ്ടായിരുന്നത് കൊണ്ട് കണ്ട ആ ഫ്രെയിമൊക്കെ പോയിരിക്കുന്നത്. എന്തായാലും പ്ലാവ് മറിഞ്ഞു വീണത് അവർ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി മഴ കഴിഞ്ഞേ മതിൽ കെട്ടാൻ പറ്റൂ. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ, അപ്പം എനിക്കതൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് തോന്നിയേ. ഇത് നമ്മുടെ മട്ട അരിയാണ് കേട്ടോ. അത് കഴുകി പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനാണെങ്കിൽ കലം അകത്ത് വെച്ചിട്ടല്ലേ നമ്മൾ ചോറ് വയ്ക്കണം, അത് ഭയങ്കര കംഫർട്ടാണേ. ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് കൊതി തോന്നി. പിന്നെ കുക്കറിൻ്റെ പകുതിയോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ സ്റ്റീം വരണം. സ്റ്റീം വന്ന ശേഷമാണ് നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നത്. വെയിറ്റ് ഇട്ടിട്ട് 2 വിസിൽ വരെ ഇത് കേൾക്കാവും, കൂടുതലായി പോരുത് കേട്ടോ. അപ്പോൾ അത് ആ ഒരു ടൈം കൊണ്ട് ഞാനിവിടെ വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നല്ല മഴയും കാറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് സത്യം പറഞ്ഞ് പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിൽ എന്ത് വെജിറ്റബിൾ ഉണ്ടോ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാനേ പറ്റൂ. പിന്നെ ഇവിടെ മീൻ ഇപ്പം വാങ്ങിക്കാറില്ല. ഇപ്പം ഈ കടലിൽ ഈ ഒരു സംഭവം കാരണം മീൻ ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് എന്തായാലും വാങ്ങിക്കണ്ട എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കണേ. അപ്പോഴേക്ക് വിസിൽ കേൾക്കുന്നുണ്ട്. 2 പോരാൻ തോന്നിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു ശരി ഒരു 4 വിസിലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് 4 വിസിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അത് കേട്ടപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. പിന്നെ നമ്മളുടെ വെണ്ടയ്ക്കയുടെ ബാക്കിയൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കണേ. വെണ്ടയ്ക്ക ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഫാബി മോൾക്കും നമ്മുടെ റിച്ചുവിനുമാണ് വെണ്ടയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. സോറി നിസാർക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെണ്ടയ്ക്ക മെഴുക്ക്. അപ്പം ഞാൻ പാനിലേക്ക് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ഒഴിച്ച ശേഷം നമുക്കിനിയിപ്പം ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ചെറിയ ജീരകം കൊണ്ടുവരാം, ക്യൂമിൻ സീഡ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാള, ഒരു 5-6 വെളുത്തുള്ളി അല്ലി, കുറച്ച് കറിവേപ്പില, ഇത് ചെറുതായിട്ട് അരിഞ്ഞതാണേ വെളുത്തുള്ളി. എന്നിട്ട് ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എന്നും ഈ പറഞ്ഞ മാതിരി എന്ത് കറി ഉണ്ടാക്കും എന്നൊരു ചിന്തയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട ശേഷം എല്ലാം ചേർത്തിട്ട് ഒന്ന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. ഏതൊരു കറിക്കാണെങ്കിലും മാവ് അരയ്ക്കുന്നതിനാണെങ്കിലും ഞാൻ ഉപ്പ് ആദ്യമേ ഇടുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ചിലരെൻ്റെ അടുത്ത് ചോദിക്കും അപ്പോൾ കയ്പുണ്ടാവൂലേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. എനിക്കങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഒരു പൊട്ടറ്റോ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് വേവിക്കാൻ വെച്ചു. അതിലേക്കും പാകത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ തേങ്ങ എടുത്തതിലേക്ക് നമുക്കത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മിക്സി എടുക്കുകയോ അരക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. അപ്പം നമ്മളുടെ വെണ്ടയ്ക്കയല്ലേ, വെണ്ടയ്ക്ക പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ വെണ്ടയ്ക്ക ഈ ഗിളുകളാന്നാവാതിരിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി.
അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഈ സമയം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൊട്ടറ്റോയുടെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഈ വെണ്ടയ്ക്കയിലേക്ക് ചേർത്ത് എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പൊട്ടറ്റോ നമ്മൾ വേവിക്കാതെ വേണമെങ്കിലും വഴറ്റി വേണമെങ്കിലും എടുക്കാം. ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത് കേട്ടോ. പക്ഷേ ഇതിലിപ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരത്തില്ല. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. എന്നിട്ട് നമ്മൾ ഈ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു തട്ടിക്കൂട്ട് തോരൻ എന്ന് തന്നെ പറയാം കേട്ടോ. ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ആ ഒരു തേങ്ങയുടെ ആ ഒരു പച്ച മണം മാറത്തക്ക രീതിയിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇളക്കിയെടുക്കുന്നത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്കയുടെ കളറൊക്കെ മാറിപ്പോവും. ഇതൊക്കെ ഒരു ടിപ്പാണ് കേട്ടോ. ഈ ഞാൻ പറഞ്ഞില്ല ആ വഴുവഴുപ്പ് മാറുവാനും ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ദാ വെണ്ടയ്ക്ക പൊട്ടറ്റോ തോരൻ റെഡിയായി. അത് ഞാൻ മാറ്റി വെച്ചു. അടുത്ത് ഞാൻ അതേ പാൻ തന്നെ കഴുകി എടുത്തോണ്ട് വന്നിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് ഇത് ചൂടാക്കുന്നത്. പിന്നെ നമുക്ക് 2 ചെറിയ ചുവന്നുള്ളിയും 1 ടേബിൾ സ്പൂണോളം മുഴുവനുള്ള കുരുമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ ഒരുപാട് ഇങ്ങനെ കറക്കുന്നത് വരെ മൂപ്പിച്ചെടുക്കാറില്ല കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും അത് പറയുന്നതാണ്. അപ്പോൾ ദാ ഇതുപോലെ മൂത്ത് വന്ന ശേഷം ഓരോ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാമേ. അപ്പോൾ ദാ ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് ഈ ഒരു കളറിലാണ് ഞാൻ എടുക്കണത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കിനിയിപ്പം ഇതൊന്ന് കറക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും അരയ്ക്കാനായിട്ട് ഇതുപോലത്തെ ഈ ചെറിയ ജാറാണ് എനിക്ക് ഭയങ്കര കംഫർട്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? മിക്സിയുടെ വലിയ ജാറാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ കറക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയത്തില്ല, നമ്മൾ അമ്മിക്കല്ലിൽ അരയ്ക്കണ ആ ഒരു പരുവത്തിന് അരച്ചെടുക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പം ഓയിലിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽ മുളകാണ്. അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാൻ കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ എപ്പോഴും പറയില്ലേ, ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കും. പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് ഹൈ ഫ്ലെയിം വെച്ചിട്ടാണ് വഴറ്റി കൊടുക്കുന്നത്. വെണ്ടയ്ക്കയുടെ കളർ മാറില്ല, എന്നാൽ നല്ല കൊഴുകൊഴാന്നൊന്നും ഇരിക്കത്തുമില്ല. അപ്പം ഈ സമയം ഞാൻ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തു. ചോറൊക്കെ പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ഈ ഒരു രീതിയിലല്ല ഉണ്ടാക്കണത്. അപ്പം നമ്മളുടെ ആ ഒരു ഗ്യാസ്കറ്റ് ഒന്ന് മാറ്റിയ ശേഷം കുക്കർ ഇതുപോലെ ഒന്ന് അടയ്ക്കണം. അടച്ചിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് ചരിച്ചു വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്ക് ഫുള്ള് വെള്ളം വാർന്നു വരും. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്ക് ഇതുപോലെ 4 വിസിൽ കേൾപ്പിക്കണ്ട കേട്ടോ. ഒരു 3 വിസിൽ മതിയാവും കേട്ടോ കറക്റ്റിന് വെന്ത് വരാനായിട്ട്. 4ആവുമ്പോൾ കുറച്ച് വെന്ത് പോവേ. എന്നിട്ട് നമ്മളുടെ വെണ്ടയ്ക്ക നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് വളരെ കുറച്ച് അരപ്പാണ് ഞാൻ ഇതിലേക്ക് എടുത്തത്. അപ്പം നമുക്ക് ഈ മഴക്കാലമൊക്കെ വരുമ്പോഴേക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും അടുക്കളയിൽ നിൽക്കാൻ തോന്നത്തേ ഇല്ല അല്ലേ. ഇപ്പം എനിക്ക് മാത്രമുള്ള തോന്നലാണോ, നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആണോ എന്നൊന്ന് പറയട്ടെ. എന്നിട്ട് ഞാൻ മിക്സിയിലെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിളപ്പിച്ച വെള്ളമോ മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. പിന്നെ ഒരു 1/4 കപ്പോളം പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇന്നത്തേക്കുള്ള കറി റെഡിയായല്ല. ഇപ്പം തോരനായി, കറിയായി, എന്നാൽ ഉള്ള സാധനങ്ങൾ കൊണ്ട് നല്ല രീതിക്ക് നമുക്ക് വിളമ്പാൻ സാധിക്കണം. അതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കേട്ടാ. അപ്പോൾ കറിയൊക്കെ നല്ല പരുവത്തിന് കുറുകി വന്നിട്ടുണ്ട്. ശരിക്കും ചപ്പാത്തിക്കും പറ്റിയ കറിയാണ് കേട്ടോ. അപ്പം ഞാൻ ഊറ്റിയ ശേഷം ചോറ് കാണിച്ചു തരാം. കണ്ട, ഞാൻ പറഞ്ഞില്ലേ 4 വിസിൽ കൂടിപ്പോയി. 2 വിസിലെന്ന് പറഞ്ഞാൽ കുറവാണ്. അതിൽ 2 വിസിലാണ് കാണിക്കണത്. പക്ഷെ 3 വിസിൽ മതി കേട്ടോ. കറക്റ്റായിട്ട് ചോറ് റെഡിയായി വരും. ഇതിപ്പോൾ സനമൊക്കെ പരുവത്തിനായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ത് ഇതാണെങ്കിലും നിസ്സാർക്കൊക്കെ ഇപ്പം മീനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട ഒരു കാര്യമാണ് കേട്ടോ മുട്ട പൊരിച്ചത്. അപ്പം അത് നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് നമ്മൾ പൊരിക്കുമ്പോൾ ഒരു പ്രത്യേക മണം, വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണം. അപ്പോഴാണ് മുട്ടയ്ക്ക് നല്ല മണവും രുചിയൊക്കെ ഉണ്ടാവണത്. സവാള ചേർക്കേ ചെയ്യരുത്. എപ്പോഴും നമ്മൾ കൊച്ചുള്ളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം മുട്ട പൊരിച്ചതിലേക്ക്.
അങ്ങനെ ഇപ്പം എന്താ ഒരു സൈഡ് റെഡി ആയപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ നിസാർക്കൊക്കെ ഇഷ്ടം നല്ല ഫ്ലഫി ആയിട്ടുള്ള മുട്ടയാണേ. ഇന്നിപ്പം ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. അപ്പം ഞാൻ ചോറ് വിളമ്പിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനും ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ചോറ് നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ കോമ്പിനേഷൻ ഇഷ്ടമാണോ? ചോറും നല്ല പൊട്ടറ്റോ വെണ്ടയ്ക്ക തോരനും നല്ല മുട്ട പൊരിച്ചതും നല്ല വെണ്ടയ്ക്ക തീയലും. ഇതാണ് അടിപൊളി ലഞ്ചാണ് കേട്ടോ ഇന്നത്തേത്. ഇതിൽ ഏത് കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി ഒന്ന് പറയണേ. അടുത്ത നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.